ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന സംഭവമാണ് നിയമസഭയിൽ നടന്നതെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആക്ഷേപിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്നും ടി.പി. രാമകൃഷ്ണൻ ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം വെല്ലുവിളിക്കപ്പെട്ട സംഭവമാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷത്തു നിന്നും നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് ലഭ്യമായി. റൂൾ 50 അനുസരിച്ചുള്ള പ്രമേയത്തിന്റെ സമയം വന്നപ്പോൾ പ്രമേയം നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് സന്നദ്ധമായി. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും യാഥാർത്ഥ്യത്തിനും സത്യത്തിനും നിരക്കാത്ത ചില പ്രശ്നങ്ങൾ ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നതിനും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPM-നെയും അതുവഴി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആക്ഷേപിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ